നമസ്കാരം. കാർ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മാരുതിയുടെ ജനപ്രിയ മോഡലായ ആൾട്ടോ കേട്ടൺ, എക്സ്പ്രസ്, സെലേറിയോ എന്നീ മോഡൽ വാഹനങ്ങൾ നിർത്തുന്നു എന്നൊരു വാർത്ത നിങ്ങൾ അറിഞ്ഞോ? ഇല്ലെങ്കിൽ ഇപ്പോൾ അറിയൂ, അത് സത്യം തന്നെയാണ്. കാരണം 2024 മാർച്ച് മുതൽ ഇവയുടെ പ്രൊഡക്ഷൻ നിർത്തി. ഇനി ഇവയുടെ നിലവിലുള്ള യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിക്കുന്നത്. മാരുതിയുടെ ഈ 3 മോഡൽ പെട്രോൾ വേരിയന്റ് അല്ല നിർത്തിയിരിക്കുന്നത്, CNG വേരിയന്റ് ആണ്. അതിന്റെ കാരണം ആൾട്ടോ ആയാലും എക്സ്പ്രസ് ആയാലും സെലോറിയോ വാഗൺ ഈ 4 വാഹനങ്ങളും ഒരേ എഞ്ചിൻ വെച്ചിട്ടുള്ള ഏകദേശം ഒരേ പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തിൽ ഇറങ്ങുന്ന വാഹനങ്ങളാണ്. അതുമാത്രമല്ല, ഇവയ്ക്ക് എതിരാളികളായി ഈ 4 വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. മാരുതിയുടെ ഈ 4 എൻട്രി സെഗ്മെന്റ് വാഹനങ്ങൾക്കും മറ്റ് വാഹന നിർമ്മാതാക്കൾ ഉള്ള കമ്പനികളുമായി ഒരു എതിരാളികളില്ല. ഓൾട്ടോ ആണെങ്കിലും ഇന്ത്യയിൽ ഏറ്റവും വില കുറഞ്ഞ എൻട്രി സെഗ്മെന്റുള്ള വാഹനം. അത് കഴിഞ്ഞ 25,000 രൂപ വ്യത്യാസം എക്സ്പ്രസോ അതുപോലെ തന്നെയാണ് സെലോറിയോ. അപ്പോൾ ഇവ മൂന്നും കൂടി വിൽപ്പനയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണമായിരിക്കാം മാരുതി നിലവിൽ CNG ഉള്ള വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ലിറ്റർ വാഗണറിൽ തന്നെയാണ്. ആ വാഹനത്തിന്റെ CNG വേരിയന്റ് നിലവിൽ പ്രൊഡക്ഷൻ തുടരുന്നുണ്ട്. മറ്റു 3 മോഡലുകളും CNG പ്രൊഡക്ഷൻ ഈ മാർച്ചോടുകൂടി സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം, പെട്രോൾ വേരിയന്റ് അല്ലല്ലോ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 4 വാഹനങ്ങളും ഉപയോഗിക്കുന്ന എഞ്ചിൻ ഒരേപോലത്തെ എഞ്ചിനാണ്. ഏകദേശം വളരെ ചെറിയ വ്യത്യാസത്തിലാണ് ഇവയുടെ പെട്രോൾ വേരിയന്റും വിറ്റിരിക്കുന്നത്. അതുകൊണ്ട് ഭാവിയിൽ ഒരു എൻട്രി സെഗ്മെന്റ് എന്ന നിലയിൽ ആൾട്ടോ എന്ന് പറയുന്ന വാഹനത്തെ ഒരിക്കലും മാരുതി സ്റ്റോപ്പ് ചെയ്യത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന, ഓരോ മാസവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വാഹനം അത് മാരുതിയുടെ തന്നെ വാഹനമാണ്. അതാണ് വാഗണർ. അപ്പൊ വാഗണർ എന്ന് പറയുന്ന ഒരു മോഡലിനെയും മാരുതി സ്റ്റോപ്പ് ചെയ്തില്ല. പിന്നെ ഇവയ്ക്ക് രണ്ടുപേർക്ക് തികച്ചും ശല്യമായിക്കൊണ്ടിരിക്കുന്ന എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു കസ്റ്റമറെ കൺഫ്യൂഷിംഗ് ആണ് ഏത് വാഹനം എടുക്കണം. അങ്ങനെ നിൽക്കുന്ന 2 വാഹനങ്ങളാണ് എക്സ്പ്രസോയും സെലോറിയും. CNG വേരിയന്റ് നിർത്തിയാൽ പെട്രോൾ വേരിയന്റുകളിലും ഇതേ പ്രോബ്ലം തന്നെ വരും. കാരണം ഓൾട്ടോ കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസത്തിന് എക്സ്പ്രസോ ലഭിക്കും. അപ്പൊ എക്സ്പ്രസോ എടുക്കണോ ഓൾട്ടോ എടുക്കണോ, പിന്നെ അതിന്റെ വേരിയന്റ് കളർ അങ്ങനെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഭാവിയിൽ ഒരു പക്ഷേ, ഭാവിയിൽ എന്നല്ല എന്തായാലും 2024 25 ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് നോക്കാം ഏത് മോഡലുകളെയാണ് മാരുതി പിൻവലിക്കുന്നത്. ഒരു പക്ഷേ CNGയിൽ പിൻവലിച്ചതുപോലെ തന്നെ എക്സ്പ്രസയും സെലേറിയും ഉള്ള 2 മോഡലുകളും ഒരു പക്ഷേ മാരുതി പിൻവലിക്കാം, പെട്രോൾ വേരിയന്റ്. കാരണം എൻട്രി സെഗ്മെന്റിൽ ഓൾട്ടോ, പിന്നെ ഒരു പക്ഷെ സെലോറിയോ വാഗണറോ, എന്തായാലും വാഗണർ അവിടെ ഉണ്ടാവും. പിന്നെ പുതിയ സ്വിഫ്റ്റ്, പിന്നെ ഇഗ്നീസ്, അങ്ങനെ ഒരു ലൈനപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരേ സെഗ്മെന്റിൽ തന്നെ ഇപ്പൊ 3 വാഹനങ്ങളാണ് മാരുതിക്കുള്ളത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം.